ഹലോ, ഇത് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്ത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലാഗ് ആയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം നട അടയ്ക്കാനുള്ള ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അവിടുന്ന് വേഗം തൊഴുത് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഇന്ന് വൈകുന്നേരം അവനെ ഞാൻ ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടുമ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖത്ത് വരയ്ക്കുന്ന പൊട്ടുണ്ടല്ലോ, പല കളറിലല്ലേ, ആ പൊട്ട് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അത് വാങ്ങി നേരെ പോയത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയപ്പോഴാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അങ്ങനെ അവളെയൊക്കെ കണ്ട് സംസാരിച്ച് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കല്യാണ സദ്യ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാട്ടോ ഇതൊക്കെ. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് മോൻ കുറേ നേരം അവരുടെ കൂടെ കളിയും ചെയ്യൊക്കെ തന്നെയായിരുന്നു. പിന്നെ നേരെ പോയി ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഘോഷയാത്രയിലാണ് മോനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വീട്ടിലെത്തി പെട്ടെന്ന് ഞാൻ പുറപ്പെടുവിച്ചു കേട്ടോ. കാരണം അവിടുന്ന് ഘോഷയാത്ര പോകുന്നതിന് കുറച്ച് മുന്നെയാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അവനാണെങ്കിൽ ആ പൊട്ട് വെക്കുന്നതും ഒക്കെ അവന് ഇറിറ്റേഷനായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഉറക്കിയിട്ടാണ് ഞാൻ മുഖത്തൊക്കെ ആ പൊട്ടും കാര്യങ്ങളും വരച്ചു കൊടുത്തത്. അതന്നെ 2-3 പ്രാവശ്യം വായിച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ റെഡി ആയതാണ്. പിരികത്തിൻ്റെ മുകളിലൊക്കെ കുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവൻ വായിച്ചതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഘോഷയാത്ര കംപ്ലീറ്റ് പോയി കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഒരു സർക്കിൾ ഉണ്ട്, ആ ഭാഗത്ത് ചുറ്റിയിട്ടൊക്കെ കോവൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നത്. അങ്ങനെ അവനാണെങ്കിൽ കുറേ നടന്നു. നടക്കാനാണ് ഇഷ്ടം. അവനെടുക്കുന്ന നേരമായിരുന്നു അവൻ കരയുന്നുണ്ടായിരുന്നത്. പിന്നെ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു പോന്ന് അവിടുന്ന് പ്രസാദവും വാങ്ങി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ.